അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൈസ് ഞാൻ എന്താണ്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന വണ്ണസിൻ്റെ സ്ലീപ്പർ വോൾവോ ബസ്സും കൊണ്ട് ഗൈസ് നമ്മളൊരു ക്രേസി റൂട്ട് പോകുവാണ്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ബസ്സാണ്. ഈ ഒരു വണ്ടിയും കൊണ്ട് ഇതുപോലത്തെ ചെറിയ വഴി കൂടെ പോകുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കതാണ് റൂട്ട് കിട്ടിയത്. എന്തായാലും നമുക്കങ്ങ് പോയേക്കാം ഗൈസ്. ഇതിലും വലിയ ഓഫ് റോഡും അങ്ങനത്തെ ഡേഞ്ചറസ് റോഡിൽ കൂടെ ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തായാലും നമ്മൾ വണ്ടി തന്നെ ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെതിയെ ഇവിടെ നിന്ന് അങ്ങ് നീങ്ങിയേക്കാം. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ വഴിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ വഴി വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പം വലിയ ഹൈ റേഞ്ചും വലിയ വളവും അങ്ങനത്തെ ഒക്കെ റോഡുകളാണ് ഗൈസ് വരുന്നത്. അപ്പം എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു വണ്ടി ഓടിക്കാൻ അത്യാവശ്യം പവറുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു കുത്തനെ കയറ്റത്തിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിയുവാണെങ്കിലും ഇത് കയറി പൊയ്ക്കോളും. ലുക്ക് നോക്കുമ്പം ഭയങ്കര വലിയ വണ്ടിയാണ്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു നീളം മാത്രമാണ് ഒരു പ്രശ്നം. ഓക്കെ, നമ്മളെന്തായാലും എന്താണ്ട് മെയിൻ റോഡിലേക്ക് ചാടിയിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വണ്ടികളൊക്കെ പോകുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമേ. അല്ല കേട്ടോ, നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വണ്ടി അങ്ങ് കയറ്റി വെച്ചേക്കാം. അല്ലെങ്കിൽ ഇവന്മാരൊന്നും കേസ് നിർത്തി തരത്തില്ല കേട്ടോ. എന്തായാലും എന്താ ആ ബസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ഒരു ട്രക്ക് തേണ്ട് ഫ്രണ്ടിലോട്ട് അങ്ങ് കയറ്റി കൊണ്ട് നിർത്തിയേക്കും. ഇവനൊന്നും കണ്ണ് കാണത്തില്ല. ഇത്രയും വലിയൊരു വണ്ടി തിരിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവനാണെങ്കിൽ ഒന്ന് റിവേഴ്സ് പോലും എടുത്ത് തരണമെന്നില്ല കേട്ടോ. ഞാനിനി ഇവിടെ അങ്ങനെ തിരിച്ചെടുക്കുമെന്നാണ് കേസ് എനിക്കറിയാത്തത്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് യുനോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കയറി പോകാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് സമയമൊന്നുമില്ല കേസ്. അല്ലായിരുന്നെങ്കിൽ ആ ഒരു ഡ്രൈവറിനിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് നമുക്കങ്ങ് പോകുമായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് കേസ് നേരെ അങ്ങ് പോയേക്കാം. നല്ലൊരു ഹൈ റേഞ്ച് വഴിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ നേരത്തെ ഒന്നും ഈ ഒരു വഴി വന്നിട്ടില്ല. എന്തായാലും കിട്ടിയപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബസ്സും കൂടെ കിട്ടിയത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസമൊക്കെ കേസ് നമ്മുടെ സെഡാസ്ത്രയം കൊണ്ട് ഞാൻ കുറച്ച് ക്രേസി റൂട്ടുകളൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇവിടെ സൈഡിലേക്കെല്ലാം നോക്കുവാണെങ്കിൽ കേസ് മൊത്തം കാടാണ് കേട്ടോ. ഈ ഒരു കാടിൻ്റെ നടുക്കൂടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ വലിയൊരു മല വരുന്നുണ്ട്. അതാണ് നമുക്ക് ചെറിയൊരു ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്കിങ്ങനെ സ്പീഡിലിങ്ങനെ പോകാനായിട്ട് പറ്റും. പിന്നെ മാക്സിമം നമുക്ക് സ്പീഡിൽ തന്നെ പോകാനായിട്ട് നോക്കണം കേട്ടോ. കാരണം ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ കറക്റ്റ് സമയത്തിന് ഈ ഒരു വണ്ടി നമുക്കവിടെ എത്തിക്കണമല്ലോ. ചുമ്മാ നമുക്കിങ്ങനെ അലമ്പി ഓടിക്കാനായിട്ട് പറ്റത്തില്ല. കറക്റ്റ് സമയത്തിന് തന്നെ എത്തിക്കണം. മാക്സിമം നമുക്ക് വണ്ടി ഇടിക്കാതൊക്കെ വേണം കൊണ്ടുപോകാനായിട്ട്. എൻ്റെ ഒരു ഓടിയിലിന് മിക്കവാറും ഇടിക്കുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒന്നും നോക്കുന്നില്ല കേസ്, വളവിനൊക്കെ അങ്ങ് കയറി പോകുവാണ്. എന്നാലേ കേസ് നമുക്ക് കറക്റ്റ് സമയത്തിന് ചെല്ലാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവരുടെ പുറകെ ഇങ്ങനെ നമ്മൾ നിൽക്കുവാണെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ, കയറി പോകാനായിട്ടേ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എൻ്റെ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ സൈഡിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങ് ഓടിച്ച് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെയൊക്കെ കുറച്ച് സീനാണ് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. എന്തായാലും ഫ്രണ്ടിലേക്കൊക്കെ നോക്കുമ്പോൾ കേസ് നല്ല അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം ഇതിലും അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മല കയറുമല്ലേ, അപ്പോൾ മല കയറി കഴിയുമ്പോൾ നല്ല അടിപൊളി സീനറി ആയിരിക്കും. ഓക്കെ, എന്തായാലും തന്നെ ഇവിടെ കയറി അങ്ങ് പോയേക്കാം കേട്ടോ. ഞാൻ എന്തിനാണ് ഇത്രയും സൈഡ് കയറ്റി എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഓപ്പോസിറ്റ് വേറെ വണ്ടികളൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് മാക്സിമം അങ്ങ് കത്തിച്ച് കൊടുത്തേക്കാം. എൻ്റെ മോനെ കേസ്, ഇവിടെ ഒരു വളവാണല്ലോ, പണി വാളിയോ? കുഴപ്പമില്ല കേട്ടോ, വേറെ വണ്ടിയൊന്നും വന്നില്ല. ഓക്കെ, ഒരു കാറ്, ജസ്റ്റ് മിസ് കേട്ടോ. ആ കാറുകാരൻ എന്തായാലും ഒന്ന് പേടിച്ച് കാണുമായിരിക്കും. കാരണം അതുപോലത്തെ ഒരു വരവല്ലേ ഞാൻ വന്നത്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബസ് ഒന്ന് ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതും എന്തായാലും ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമുക്ക് ഈ ഒരു ഫുൾ റൂട്ട് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നാളെയും കൂടെ ഈ ഒരു റൂട്ട് തന്നെ നമ്മൾ പോവും. അപ്പോൾ സെയിം വ്യൂ ഒന്നും അല്ലായിരിക്കും കേട്ടോ. നമ്മളിപ്പം കാണുന്ന വ്യൂ അല്ലായിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞ് കാണുന്നത്. വെറൈറ്റി ആയിരിക്കും. ഈ ഒരു കാടൊക്കെ കണ്ടോ റോഡിലോട്ട് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. കണ്ടോ, റോഡിലോട്ടാണ് ഈ ഒരു കാടൊക്കെ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും കേസ് വളവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല അടിപൊളി വളവുകളാണ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇത്രയും നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ വളവുകളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓപ്പോസിറ്റ് വരുന്നവർ കേസ് നിർത്തി തരുവാണെങ്കിൽ നമുക്കൊരു കുഴപ്പവും ഇല്ലാണ്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ.
അവരല്ലാണ്ട് മുട കാണിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് വണ്ടി കയറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒടിച്ച് കയറ്റിയില്ലെങ്കിൽ അവിടെ ചെന്ന് ഇടിക്കുന്നതായിരിക്കും. എന്തായാലും വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ ഗൈസ് ഒരു രക്ഷയില്ലല്ലേ, ഒരു വിമാനമൊക്കെ വരുന്നൊരു ഫീലാണ്. എനിക്ക് ഈ ഒരു വോൾവോയുടെ ഈ ഒരു മോഡൽ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫ്ലൈറ്റാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എന്തായാലും കണ്ടോ, ഇത്രയും കുത്തനെ കയറ്റത്തിൽ വന്നിട്ട് നമ്മുടെ വണ്ടി ഒരു തുള്ളി ബാക്കിലോട്ട് പോയില്ല, കയറി വന്നു. അതാണ് വണ്ടിക്ക് ഒടുക്കത്തെ പവറാണ് കേട്ടോ. ഒരു നല്ല റോഡ് കിട്ടുവാണെങ്കിൽ വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്നും നമുക്കങ്ങനെ പറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. പറപ്പിക്കുവാണെങ്കിൽ ഞാൻ നേരെ ചെന്ന് കൊക്കയ്ക്കകത്ത് കിടക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മളിപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ എൻ്റെ പൊന്നെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് പണി വാളിയോ. ഓക്കെ ഗൈസ്, വണ്ടി നൈസായിട്ട് ആ ഒരു സാധനത്തെ ചെന്ന് ഇടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല കേട്ടോ, ഞാൻ കറക്റ്റ് ടൈമിന് ബ്രേക്ക് പിടിച്ചോണ്ട് അതിൽ ഇടിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് മൊത്തം ഇപ്പം ചളുങ്ങിയിരുന്നേനെ. എന്തായാലും ഇവിടെ ഇത്രയും സ്പീഡിൽ നമ്മൾ പോകാൻ പാടില്ല കേട്ടോ. പോയി കഴിയുവാണെങ്കിൽ മൊത്തം അവൻ എന്നോ നോക്കിയെടുത്തത്. എൻ്റെ പൊന്നളിയാ, നീ ഒരു വളവിനൊക്കെ ഇത്രയും സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് അവനങ്ങ് കയറ്റി കേട്ടോ. ആ ഒരു ഇറങ്ങി ചെറുക്കം വരുമായിരുന്നു, നേരെ നമ്മുടെ വണ്ടിയുടെ സൈഡിലാണ് കൊണ്ട് കയറ്റിയത്. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റാഞ്ഞത് കൊണ്ട് നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളങ്ങ് പോവുകയാണ്. വണ്ടിക്ക് എന്തോ ഭാഗ്യത്തിന് കേസൊന്നും പറ്റിയില്ല കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ആ ഒരു സൈഡിലെ ഗ്ലാസ് മൊത്തം പൊട്ടി ആകെ സീനായേനെ. ഈ ഒരു വണ്ടിയുടെ സൈഡിലത്തെ ഗ്ലാസ്സിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. കണ്ടോ, അവരൊക്കെ ഒന്ന് നിർത്തി തരുവാണെങ്കിൽ, കണ്ടോ ഇതുപോലെ നിർത്തി തരുവാണെങ്കിൽ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കയറി പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു സൈഡും ബ്ലോക്ക് ആയിരിക്കും, നമ്മുടെ സൈഡും ബ്ലോക്ക് ആയിരിക്കും, ആർക്കും കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും. അതാണ് ഒരു പ്രശ്നം. എന്തായാലും ഇനിയും കണ്ടോ, മുകളിലോട്ട് നമുക്ക് ഇനിയും കുറേ കയറാനായിട്ടുണ്ട്. വൈബായിരിക്കും അല്ലേ ഇങ്ങനെ. നിങ്ങൾ ഈ ഒരു റൂട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ചുമ്മാ കാറിനൊന്നും വരല്ലോ കേട്ടോ, ഇതുപോലത്തെ എന്തെങ്കിലും വലിയ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്നത്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ റൂട്ടൊക്കെ ഈ ഒരു കാറയിലൊന്നും പോകുന്നൊന്നും ഇഷ്ടമല്ല. കാറയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നോർമൽ വഴി കൂടെ പോവും. അല്ലാണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ വണ്ടിയും കൊണ്ടൊക്കെ വരും. അതെന്താണ് ഇപ്പം പോയത്? ഒരു ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നോ അതോ റോക്കറ്റാണോ പോയത്? പക്ഷെ എൻ്റെ പൊന്നോ, ഈ ഇത്രയും വലിയ വളവിലൊക്കെ കേസ് അവൻ അത്രയും സ്പീഡിൽ വന്ന് നേരെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വന്ന് കയറി. എന്തിയാ സൈഡ് ബാക്കിലെങ്ങാണ്ടുണ്ട്. ഓക്കെ, ദേണ്ട് കണ്ടോ, ആ ഒരു സാധനത്തെ ചെന്ന് ഇടിച്ച് അവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാ വണ്ടികളും നല്ല സ്പീഡിലാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ സൂക്ഷിച്ചങ്ങ് കയറിപ്പോയൊക്കെ. ഇത് ഇച്ചിരി കുറച്ച് ഡേഞ്ചറസ് ഏരിയയാണ്. അവിടെ നിന്ന് കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഒന്ന് നിർത്തി തന്നിരുന്നെങ്കിൽ എനിക്ക് കയറിപ്പോവായിരുന്നു. അതുകൊണ്ട് കണ്ടോ, ഒരു മനുഷ്യൻ കേസ് ഒന്നും നിർത്തി തരുന്നില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറേ ബ്ലോക്കുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ പോലീസൊക്കെ കിടപ്പുണ്ട്. ഇത് ഇത്ര ഡേഞ്ചറസ് ഏരിയ ആയതുകൊണ്ടായിരിക്കും അവിടെ പോലീസിനെയൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു ഉപയോഗവും ഇല്ല. ബസ്സല്ല, വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി ഗൈസ് അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വള്ളി പിടിച്ച വഴികളൊക്കെ വരും. അതാണൊരു പ്രശ്നം. ഈ ഒരു ബസ്സും കൊണ്ട് ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ഒരു ഓഫ് റോഡ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ആ ഒരു വീഡിയോ എവിടെയെങ്കിലുമൊക്കെ കാണും, നമ്മുടെ ചാനൽ എവിടെയെങ്കിലുമൊക്കെ കാണും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ബസ്സിൽ ഒരു ഓഫ് റോഡ് പോകുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ഒരു ബസ്സിൽ ഓഫ് റോഡ് പോകണോ വേണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മെയിൻലി ആൾക്കാരൊക്കെ ഈ ഒരു ബസ് യൂസ് ചെയ്യുന്ന ഹൈവേ ഓടിക്കാനായിട്ടാണ്. ഞാനിതുപോലത്തെ ഓഫ് റോഡും മൗണ്ടനും ഒക്കെയാണ് ഓടിച്ച് നടക്കുന്നത്. ഇത് മൗണ്ടനും ഓഫ് റോഡൊക്കെ ഓടിക്കാനായിട്ട് വേറെ ഫീലാണ്. അത് നിങ്ങൾ ഓടിച്ച് കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഈ വണ്ടി പിന്നെ ഫുൾ AC ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് മാത്രമല്ലല്ലോ, നല്ല സുഖമാണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ എത്ര ദൂരം പോയാലും കേസ് എനിക്ക് മടുക്കത്തില്ല കേട്ടോ. അതാണ് മെയിൻലി ഈ ഒരു വണ്ടിക്ക് ഭയങ്കര കംഫർട്ടാണ്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത. ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ ഇതുപോലെ പോലീസിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഉപയോഗവും ഇല്ല. ടൂറിസ്റ്റേഴ്സൊക്കെയാണ് മെയിൻലി ഈ ഒരു വഴി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചുമ്മാ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതല്ല, ഈ ഒരു വണ്ടി ഓട്ടത്തിന് വേണ്ടി പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അതിന് വേണ്ടി പോകുന്നതാണ്. അപ്പം എന്തായാലും കേസ് നമുക്ക് ഞാൻ സംസാരിച്ച് നിന്ന് സമയം പോയി ഇറങ്ങില്ല. നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ ചെന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓട്ടം മുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇറക്കമാണ് വന്നിരിക്കുന്നത്. മാക്സിമം ഈ ഒരു വണ്ടിക്ക് അങ്ങ് കാല് കൊടുത്തേക്ക്. ഈ ഒരു വണ്ടിക്ക് ഇങ്ങനെ കാല് കൊടുത്താലൊന്നും വലിയ പ്രശ്നം പറ്റത്തില്ല, കാരണം ഇത്ര വലിയ വണ്ടിയല്ലേ. അപ്പോൾ വലിയ വളവ് വരുവാണെങ്കിൽ പ്രശ്നമാവും. ഓക്കെ പ്രശ്നമായി. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ ഈ ഒരു വണ്ടി ഒടുങ്ങി കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒടുങ്ങി കിട്ടിയില്ല കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ടൊന്ന്
ചെറുതായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും പറ്റിയില്ല. ഞാൻ വിചാരിച്ച ആ ഒരു സൈഡ് മൊത്തം പോയെന്ന്. പക്ഷേ വലുതായിട്ടൊന്നും പറ്റിയില്ല. ഭാഗ്യം രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നോ ഗൈസ്, ഈ ഒരു വണ്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിയുവാണെങ്കിൽ അതുപോലെ പൈസ വേണം നമുക്കിത് ശരിയാക്കി എടുക്കാനായിട്ട്. ഓക്കെ, ഇത് എൻ്റെ മോനെ ഗൈസ്, സൈഡിലോട്ടുള്ള വ്യൂ നോക്കിയാൽ വേറെ ലെവലല്ലേ. എന്തായാലും ഈ ഒരു വളമൊന്ന് ഓവർടേക്ക് ചെയ്യുവാണ്. വേറെ വണ്ടികളൊന്നും വരുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ, ഇതിനെ എങ്ങനെ ഒന്ന് ഓവർടേക്ക് ചെയ്യും? ഓക്കെ, ആ വണ്ടിയും കൂടെ ഈ ബസ്സിനെ, ഫ്രണ്ടിലെല്ലാം ബസ്സുകളല്ലേ, അപ്പോൾ അതിനെല്ലാം നമുക്ക് ഓവർടേക്ക് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. വളവിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഞാനങ്ങ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ ഒന്ന് ഓവർടേക്ക് ചെയ്യും? ഇന്ന് ഈ വീഡിയോ ഞാൻ അങ്ങനെ വലുതായിട്ട് ലെങ്ത് ആക്കുന്നില്ല. നമുക്ക് ഇപ്പം അങ്ങ് നിർത്തിയേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങ് ഓവർടേക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കേ, പണി പാളിയോ? നൈസായിട്ട് ആ ഒരു ബസ്, എൻ്റെ പൊന്നോ ഗൈസ്, ആ ഒരു ബസ് തണ്ട് കൊക്കയിലേക്ക് വീഴാനായിട്ട് കിടക്കുന്നത്. ആ ബെസ്റ്റ് മൊത്തം പണി. ആ ബെസ്റ്റ് താഴെ വീണ്. ഞാനേ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ ഞാൻ എന്തിനാണ് ലെഫ്റ്റിലോട്ട് എടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ചേടാ, നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല കേട്ടോ, പക്ഷേ ഈ ഒരു ബസ്സിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിനകത്തൊക്കെ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും കേസ് രക്ഷാപ്രവർത്തനം നടത്തട്ടെ. ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.